ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കൊല്ലം ഇക്കുറി ആർക്കൊപ്പം? UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇക്കുറി ഹാട്രിക് വിജയം നേടുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം M മുകേഷ് ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്നാണ് ഇടതു ക്യാമ്പുകളുടെ പ്രതീക്ഷ. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊല്ലം ലോക്സഭാ മണ്ഡലം ഇത്തവണ ആരെ തുണയ്ക്കും? RSP എന്ന പാർട്ടിക്കപ്പുറത്തേക്ക് വളർന്ന പ്രേമചന്ദ്രൻ ഹാട്രിക് വിജയം നേടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം CPM സ്ഥാനാർത്ഥിയായ മുകേഷ് അട്ടിമറി വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടത് കേന്ദ്രങ്ങൾ. മുതൽ 1 ലക്ഷം വരെ വോട്ട് നേടി സിറ്റിംഗ് MP പ്രേമചന്ദ്രൻ വിജയിക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. 2019 തെരഞ്ഞെടുപ്പിൽ 74.66% പോൾ ചെയ്യപ്പെട്ട വോട്ട്. എന്നാൽ ഇക്കുറി 68.15% പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 6% വോട്ട് കുറഞ്ഞുവെന്ന് ചുരുക്കം. 2014 73.89% പോൾ ചെയ്യപ്പെട്ട വോട്ട്. അന്ന് പ്രേമചന്ദ്രൻ വിജയിച്ചത് 37,649 വോട്ടിന്. 2019 ഭൂരിപക്ഷം 1,48,856 വോട്ടായി. ഇത്തവണയും എല്ലാ മണ്ഡലത്തിലും മുന്നിലെത്തുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ചവറയിലും ഇരവിപുരത്തും മുകേഷിന്റെ കൊല്ലം മണ്ഡലത്തിലും 20,000-ലധികം വോട്ടിന്റെ ലീഡ് പ്രേമചന്ദ്രൻ പ്രതീക്ഷിക്കുന്നു. ഇടത് കോട്ടകളായ പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലും 10,000-ലധികം ലീഡ് UDF പ്രതീക്ഷ വയ്ക്കുന്നു. ജില്ലയിലെ LDF നേതാക്കളും സ്ഥാനാർത്ഥി മുകേഷും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. 25,000-നും 30,000-തിനിടയിലുമുള്ള ഭൂരിപക്ഷത്തിൽ മുകേഷ് വിജയിക്കുമെന്നാണ് ജില്ലാ നേതാക്കളുടെ വിലയിരുത്തൽ. CPI മണ്ഡലങ്ങളായ പുനലൂർ, ചാത്തന്നൂർ, ചടയമംഗലം എന്നിവിടങ്ങളിലെ ലീഡ്, ഈഴവ വോട്ടുകളുടെ ഏകീകരണം, പ്രേമചന്ദ്രനെതിരെ ഉയർത്തിയ മോദി BJP ബന്ധം എന്നിവ ഗുണം ചെയ്യുമെന്നും മുസ്ലിം വോട്ടുകളുടെ ഒഴുക്കും CPI പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ വലിയ വിജയപ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. കാരണം ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ ലോക നയങ്ങളിൽ പൊറുതിമുട്ടി കഴിയുന്ന ജനങ്ങൾ, ആ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും കേരളത്തിലെ ജനങ്ങൾ നല്ല നിലയിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സ്വീകരിക്കുന്ന ലോകപരമായ സമീപനങ്ങളെ പിന്തുണയ്ക്കുന്ന നിലപാട് UDF സ്വീകരിക്കുന്നതിനെതിരായിട്ടൊരു വികാരവും കേരളത്തിലെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്ന ബോധവും കേരളത്തിലെ ജനവിഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് മാത്രമല്ല UDFന്റെ കൊല്ലത്തെ സ്ഥാനാർത്ഥി പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾക്ക് കൂടുതൽ ഉൾക്കട്ടെ ആശങ്കയെല്ലാം ഉണ്ടാക്കുന്ന നിലയിലേക്കാണ് BJPയോടുള്ള സമീപനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിൽ അതും വളരെ ശക്തമായ ഒരു പ്രതിഷേധത്തിൽ ഇടവരുന്ന നിലയിലാണ് സമീപകാല സംവിധാനങ്ങൾ. ഇതെല്ലാം കൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുകേഷ് വിജയിക്കും. അത് മലയോര മേഖലയെന്നോ തീരദേശമെന്നോ ഉള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ ജില്ലയിലെ കൊല്ലം മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തെ സഹായിക്കുന്നത് തന്നെ ആയിരിക്കും റിസൾട്ട്. പ്രത്യേകിച്ച് തൊഴിലാളികളും കൃഷിക്കാരും ദുർബല വിഭാഗങ്ങളുമെല്ലാം ന്യൂനപക്ഷങ്ങളുമെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു ആവേശകരമായ അനുഭവമാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ടത്. അത് 2.5 ലക്ഷത്തിലധികം വോട്ട് നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. താരപ്പകിട്ടോടെ എത്തിയ സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാറിന് പ്രചാരണം കൊഴുപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും പാർട്ടിയിലെ പടലപ്പിണക്കമാണ് വെല്ലുവിളി. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ട് പിടിച്ച BJP 2014 ലഭിച്ചതിനേക്കാൾ 4% വോട്ടാണ് വർദ്ധിപ്പിച്ചത്. LDFും BJPയും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുമ്പോഴും മുൻതൂക്കം മണ്ഡലത്തിൽ UDFന് തന്നെ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.